ഫ്രണ്ട്സ് വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡിഷാണ്. നമുക്ക് പിന്നെ വൈകുന്നേരം നേരങ്ങളിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ഡിഷാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എഗ് പക്കോട എന്നാണ് ഈ ഡിഷിൻ്റെ പേര്. അപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് നോക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മുട്ടയുടെ തോട് ഇളകി വരാൻ എളുപ്പമായിരിക്കും. നമുക്ക് ഈ മുട്ട ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ സാധാരണ കട്ട് ചെയ്യുമ്പോഴല്ല, നമ്മൾ ചെറിയ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മളിപ്പം ഇതേപോലെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് തിരിച്ചതുപോലെ തന്നെ 4 പീസാക്കുക അതിനെ. എന്നിട്ട് നമ്മൾ അതിനെ പിന്നെയും ചെറുതാക്കണം. എന്നാലേ ചെറിയ ടൈപ്പിൽ വന്നിരുന്നാലേ കാണാൻ നമുക്കൊരു ഭംഗി ഉണ്ടാവും. നമുക്ക് ആവശ്യം ഇനി കടലമാവാണ്. കടലമാവ് ഒന്ന് കുഴച്ച് നന്നായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു മുട്ട ഇതിൽ ചേർക്കാം. കാരണം മുട്ട ചേർക്കുമ്പോൾ ടേസ്റ്റ് നന്നായിട്ട് വരും. ആ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ മുട്ട ചേർക്കുന്നത്. നമുക്കിതിൻ്റെ ചേരുവകളാണ്. നമുക്ക് കുരുമുളക് പൊടിയാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ ചേർക്കുന്നത്. അതുപോലെ തന്നെ മസാല, അതായത് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന മസാല പൊടി നമ്മൾ കുറച്ച് മതിയാവും. നമുക്കതിൽ മിക്സ് ചെയ്യണം ഒന്ന്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടിയാണ്. അപ്പം നമുക്കത് ആവശ്യത്തിന് മതിയാവും. എത്ര എരിവ് വേണോ ആ കണക്കിന് നമുക്ക് ചേർത്താൽ മതിയാവും. പിന്നെ നമുക്ക് ഉപ്പ് കുറച്ച് മതി. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് പിന്നെ കുറച്ച് വെള്ളം, അതായത് നമുക്ക് ആവശ്യത്തിന് അത് മിക്സ് ആവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം നമുക്കതിനെ ചേർക്കാം. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ എണ്ണ ഒഴിച്ചിട്ടൊന്ന് നന്നായി ചൂടായ ശേഷം നമ്മൾ പക്കോട ബാക്കി ചേരുവകളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ എഗ് പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിന് ആവശ്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സോസ്, അതായത് ടൊമാറ്റോ സോസും കൂടി നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം.
ടൊമാറ്റോ സോസിന് നമുക്ക് ആവശ്യമായെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ് അതേപോലെ തന്നെയാണ് പച്ചമുളക് വേണം, അതുപോലെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വേണം, അതുപോലെ നാരങ്ങ ഒരു നാരങ്ങ, കുറച്ച് നീര് അതിൻ്റെ ഒരു പിന്നെ പുളിപ്പിന് വേണ്ടിയാണ്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ശകലവും ഉപ്പ് വേണം, പിന്നെ അതുപോലെ പഞ്ചസാര വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ സോസിന് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കട്ട് ചെയ്യാം. എരിവ് എപ്പോഴും കുറച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒത്തിരി എരിവ് ഉണ്ടായിരുന്നാൽ ആ ടേസ്റ്റ് വരത്തില്ല. കാരണം സോസിനാണ്. അപ്പോൾ ആ എരിവ് നമുക്ക് മുളക് ഒക്കെ കുറച്ച് മതിയാവും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളെ എഗ് പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് കഴിച്ചു നോക്കണം. അപ്പം നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം പുള്ളിയെ കൊണ്ടൊന്ന് വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കഴിച്ചു നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാ രാജേഷ്, വാ. അപ്പോൾ ടേസ്റ്റ് നോക്കണം. എങ്ങനെയുണ്ടെന്ന്, പൊളിയാണോ എങ്ങനെയാണോ നോക്കുക. കഴിച്ചു നോക്ക്. ഒരു ചെറിയ പീസ് കഴിച്ചാൽ. ഇത് നമ്മളെ സോസാണ്. എങ്ങനെയുണ്ട്? പൊളിയാടാ. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ നോക്കണം. പുള്ളിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കഴിച്ചു നോക്കുക. ഇത് നമ്മൾ ചെയ്ത് നോക്കണം. നമ്മൾ കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സപ്പോർട്ട് നല്ല രീതിയിൽ മുന്നോട്ട് നൽകുക. അപ്പോൾ ശരി, ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണും. ഓക്കെ, ബൈ.